റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ വഞ്ചനയും അവഗണനയും അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 10-11 തീയതികളിൽ ആലപ്പുഴയിൽ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാരിന്റെ വഞ്ചനയും അവഗണനയും അവസാനിപ്പിക്കണമെന്ന് റേഷൻ വ്യാപാരി സംഘടനയായ ആൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതുപോലെ റേഷൻ വ്യാപാരികൾ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. 2018 ആണ് ഞങ്ങൾക്ക് ആദ്യമായി ഒരു വേതന പാക്കേജ് അംഗീകരിച്ച് നൽകിയത്. അന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾ വിയോജിപ്പ് പറഞ്ഞിരുന്നു. 12,000 രൂപ വേതനം നിശ്ചയിച്ചപ്പോൾ 750 രൂപ പോലും ഒരു ദിവസമില്ല. കേരളത്തിൽ ദിവസവേതനക്കാർക്ക് 750 രൂപ കൊടുക്കുന്ന സംസ്ഥാനം. ഞാനന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ന്യായമാണ്. നമുക്കൊരു പുതിയ സ്കീമിലേക്ക് മാറിയതല്ലേ, നമുക്കൊരു 6 മാസം ഒന്ന് കാത്തിരിക്കാം. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു വേതന പാക്കേജ് പരിഷ്കരിക്കാം എന്ന് 2018 ജൂലൈ മാസത്തിൽ പറഞ്ഞതാണ്. 7 കൊല്ലം കഴിഞ്ഞു. നാളിതുവരെ അത് പുനഃപരിശോധിക്കാനോ പരിഷ്കരിക്കുവാനോ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഓഗസ്റ്റ് മാസം 10-11 തീയതികളിലാണ് ഈ സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായി താലൂക്ക് ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 15 മുമ്പ് എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും സമ്മേളനങ്ങൾ നടക്കും, തെരഞ്ഞെടുപ്പും നടക്കും. 2018 സർക്കാരും റേഷൻ വ്യാപാരികളുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം 45 ക്വിൻ്റൽ ഭക്ഷ്യധാന്യങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യാപാരിക്ക് 18,000 രൂപ വേതനം ലഭിക്കണമെന്നാണ് വ്യവസ്ഥ. പ്രതിദിനം ദിവസവേതനക്കാർക്ക് നൽകുന്ന 750 രൂപ പോലും ഇല്ലാത്ത ഈ പാക്കേജിന്റെ ന്യൂനത സംഘടനകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ മുഖ്യമന്ത്രി അതിനോട് യോജിച്ചിരുന്നു. ഏറിയാൽ 6 മാസത്തിനകം അവലോകനം നടത്തി ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്താമെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞിട്ടും വേതന പാക്കേജ് പരിഷ്കരിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 18,000 രൂപ ലഭിക്കുന്ന വ്യാപാരി കടയുടെ വാടകയും വൈദ്യുതി ചാർജും സഹായിയുടെ വേതനവും കൊടുത്തു കഴിഞ്ഞാൽ 7,000 രൂപയ്ക്ക് താഴെ മാത്രമാണ് മിച്ചം വരുന്നത്. വേതന പാക്കേജ് പരിഷ്കരണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച് നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി കടയെടുപ്പ് സമരം ഉൾപ്പെടെ നടത്തി. സർക്കാരിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച സമരങ്ങൾ വീണ്ടും ആരംഭിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. റേഷൻ വ്യാപാരികളോട് മാത്രമാണ് സർക്കാരിന്റെ അവഗണനയെന്നും മറ്റ് കാര്യങ്ങൾക്കെല്ലാം ആവശ്യത്തിന് പണം ചെലവഴിക്കുന്നുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. റേഷൻ സാധനങ്ങൾ എല്ലാ മാസവും 15-ാം തീയതിക്കകം കടകളിൽ എത്തിക്കണമെന്നതാണ് വ്യവസ്ഥ. NFSA അധികൃതരും കരാറുകാരും തൊഴിലാളികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഇത് റേഷൻ മേഖലയെ തകർക്കുന്ന തരത്തിലേക്ക് പോകുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. റേഷൻ സാധനങ്ങൾ FCIയിൽ നിന്ന് നേരിട്ട് റേഷൻ കടകളിൽ എത്തിച്ചാൽ സർക്കാരിന് കോടികളുടെ ലാഭമുണ്ടാക്കാൻ കഴിയും. NFSA ഗോഡൌണുകൾക്ക് നൽകുന്ന വാടക, ലോറികളുടെ തുക, കയറ്റിറക്ക് തൊഴിലാളികളുടെ കൂലി ഇതെല്ലാം ഒഴിവാക്കുന്നത് വഴി വലിയ ലാഭമാണ് ഉണ്ടാവുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് 10-11 തീയതികളിൽ ആലപ്പുഴയിൽ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിമാരായ GR അനിൽ, സജി ചെറിയാൻ എന്നിവരും KC വേണുഗോപാൽ MP, രമേശ് ചെന്നിത്തല MLA, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവരടക്കം പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ സമ്മേളനം, കുടുംബസംഗമം, വനിതാ കൂട്ടായ്മ, മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിക്കൽ, പ്രതിനിധി സമ്മേളനം, പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. നേതാക്കളായ ജോണി നെല്ലൂർ, ഭരണിക്കാവ് മോഹനൻ, ഉണ്ണികൃഷ്ണപിള്ള, ജോസ് കാവനാട്, പ്രഭകുമാർ, മുരളി വൃന്ദാവനം, അനിൽ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.